മധ്യകേരളത്തിലും ത്രിതല പഞ്ചായത്ത് നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളുണ്ടായി. പുതിയ സഖ്യങ്ങളും രൂപപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF അംഗം LDFിലെത്തി. UDF മോഹങ്ങളെ ആ അംഗം അട്ടിമറിച്ചു. 2020 UDF സഖ്യമുണ്ടായത് കൊച്ചി വടവുകോട് പഞ്ചായത്തിലാണ്. പാറളം പഞ്ചായത്തിൽ BJPക്കുണ്ടായത് അട്ടിമറി ജയം. അപ്രതീക്ഷിതമായ മറുകണ്ഠം ചാടൽ, പടിക്കലെത്തി കലമുടയ്ക്കുന്നത് പോലെ വോട്ട് അസാധുവായത്. ഇങ്ങനെ മുന്നണികൾക്ക് കിട്ടിയതും നഷ്ടപ്പെട്ടതുമായ തദ്ദേശ സ്ഥാപനങ്ങൾ. മധ്യകേരളത്തിലെ ചില രാഷ്ട്രീയ കളികൾ നോക്കാം. കൊച്ചിയുടെ കാര്യം റാഫി കരീം പറയും. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലാണ് UDFും 2020യുമായി അപ്രതീക്ഷിത സഖ്യം രൂപപ്പെട്ടത്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഞെട്ടിക്കൽ ഫലം. LDFന് 8, UDFന് 7, 2020ക്ക് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വോട്ടെടുപ്പിൽ 2 2020 അംഗങ്ങൾ UDFനൊപ്പം നിന്നു. ഇതോടെ UDFന്റെ റെജി തോമസ് അധ്യക്ഷനായി. ചേന്നമംഗലം പഞ്ചായത്തിൽ CPIM വിമതന്റെ പിന്തുണയോടെ UDFന്റെ ഹരിദാസ് പ്രസിഡന്റായി. മുൻ CPIM അംഗമായ ഫസൽ റഹ്മാനാണ് UDFനായി വോട്ട് ചെയ്തത്. ക്വാറം തികയാത്തതിനാൽ വെങ്ങോല പഞ്ചായത്തിലെ വോട്ടെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. 4 കൊച്ചിയിൽ ടോസ് ഇട്ട് അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ഇനി ആലപ്പുഴയിലെ ചിത്രം എങ്ങനെയാണ്? പുളിങ്കുന്ന് പഞ്ചായത്തിൽ LDF അധികാരത്തിലെത്തിയെങ്കിലും കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടന്തറ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകും. 10ാം വാർഡിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് എത്തും. ആലപ്പുഴയിൽ UDFനെ ഞെട്ടിച്ചായിരുന്നു പുളിങ്കുന്ന് പഞ്ചായത്തിലെ ട്വിസ്റ്റ്. 16 അംഗ പഞ്ചായത്തിൽ LDFനേക്കാൾ 1 സീറ്റ് കൂടുതൽ നേടി UDF ഭരണം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF അംഗമായി കൂറുമാറി LDFിലെത്തി പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഔസേപ്പച്ചനാണ് UDF പ്രസിഡന്റ് സ്ഥാനം നൽകാതിരുന്നതോടെ കൂറുമാറിയത്. കോൺഗ്രസിലെ ജോഷി കൊല്ലാറയെ ഔസേപ്പച്ചൻ പരാജയപ്പെടുത്തി. അവസാന നിമിഷം വരെ തദ്ദേശ പോരിൽ സസ്പെൻസ് നിന്ന കോട്ടയത്തേക്ക്. കപ്പ് കയ്യിലുണ്ടെങ്കിലും മത്സരാർത്ഥിയില്ലാത്ത അവസ്ഥയാണ് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളത്. 14 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷം. പക്ഷേ ഭരണത്തിലേറണമെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റ് വേണം. അത് ഇത്തവണ കോൺഗ്രസിനെ തുണച്ചില്ല. 3 പഞ്ചായത്ത് ഭരണം LDFന് തിരികെ ലഭിച്ചെങ്കിലും നടന്നത് ആകെ ട്വിസ്റ്റാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 5 അംഗങ്ങളുള്ള LDFന് കിട്ടിയത് സ്വതന്ത്രന്റെ അടക്കം 7 വോട്ട്. സ്വതന്ത്രൻ ജെയിംസ് ജോസഫിന്റെ വോട്ടിനൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷെയ്സ് ജോസഫിന്റെ വോട്ടും LDF പെട്ടിയിൽ വീണു. അതേസമയം 6 അംഗങ്ങളുള്ള UDFനും 7 വോട്ട് കിട്ടി. CPIയിലെ ഇത്തമ്മ മാത്യുവിന്റെ വോട്ട് കിട്ടിയത് UDFന്. തിരിച്ചും മറിച്ചും വോട്ട് വീണതോടെ 7-7. നറുക്കെടുപ്പിൽ വിജയം LDFന്. അപ്പോഴാണ് LDF ക്യാമ്പിന് ശ്വാസം നേരെ വീണത്. കരൂർ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിന്റെ തമ്മിലടി മുതലെടുത്തത് LDF ആണ്. UDF വിമതനായി മത്സരിച്ച പ്രിൻസ് കുര്യത്ത് LDFനൊപ്പം നിന്നു. പ്രിൻസ് അങ്ങനെ പ്രസിഡന്റുമായി. തൃശൂരിലാണ് ഞെട്ടിയത്. എങ്ങനെയെല്ലാം പിന്തുണ മാറി മറിഞ്ഞുവെന്ന് ഇനിയും തെളിയേണ്ടതുണ്ട്. മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ 8 മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് നാടകീയ നീക്കം. പാറളം പഞ്ചായത്തിൽ BJP നേടി. ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായി. LDF അംഗത്തിന്റെ വോട്ടിൽ ചേലക്കരയിൽ UDFന് അട്ടിമറി വിജയമുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗം രാമചന്ദ്രൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കുന്നംകുളത്ത് ചൊവ്വാനൂർ പഞ്ചായത്ത് SDPI പിന്തുണയോടെ UDF വിജയിച്ചു. SDPI അംഗങ്ങളുടെ 2 വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചത്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ആ പിന്തുണ വേണ്ടെന്ന് തീരുമാനിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നറുക്കെടുപ്പ് നടന്നെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ കുറവായിരുന്നു. ഈ ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ഞെട്ടൽ അത് പ്രാദേശിക തലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും വരും ദിവസങ്ങളിൽ അലയൊലികൾ ഉണ്ടാക്കും. ടീം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.